സംഗതി ഇത്തിരി സീരിയസാ. നമുക്കിട്ട് കോള് തരുന്നുണ്ട് സാറേ. കൊച്ചിനുള്ള പരിക്കുണ്ട്. ഓ വണ്ടി എടുക്കും, നമുക്ക് ജനറൽ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ഹലോ हेलो इसी लड़की से और उसकी शादी. ഞാനൊരു കേസിന്റെ ആവശ്യത്തിന് ജനറൽ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ വേറെ ആൾക്കാരുണ്ടോ? क्या तो कोई और आ गया था? പോലീസുകാരുണ്ട്. എന്താണ് പറയും? ये इसी लड़की से हो रही. തിരക്കിലാണെങ്കിൽ പിന്നെ വിളിച്ചാൽ മതി. എവിടെയാണ്? വീട്ടിലാണോ? വൈകുന്നേരം വിളിക്കൂ. ശരി, ഞാൻ വൈകിട്ട് പോയി. ഡോക്ടറെ, ആ പട്ടി അടിച്ചു വെച്ചാൽ എങ്ങനെയുണ്ട് ഇപ്പോൾ? ഡീപ് ലാസറേറ്റഡ് വൂണ്ടാണ്. പിന്നെ കുട്ടിയുടെ വലത് കൈയിൽ ഒരു പൊട്ടലുണ്ട്. അത് ചിലപ്പോൾ കുട്ടി ഓടി വീണപ്പോൾ പറ്റിയതായിരിക്കും. കുട്ടിയുടെ പേരൻസുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതൊരു സ്ട്രേ ഡോഗ് അല്ല, ആരോ പട്ടിയെ വിട്ട് കടിപ്പിച്ചു എന്നാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. എന്താ സംഭവിച്ചത്? എന്റെ പൊന്നു സാറേ, ഞാൻ രാവിലെ കൊച്ചിനെ സ്കൂളിലോട്ട് അയച്ചതാ. കിടക്കുന്ന കിടപ്പുണ്ട് സാറേ. എന്താ മോളെ സംഭവിച്ചത്? किसी ने भेजा उसको. അത്രയ്ക്ക് കടിച്ചു കയറി ചാകേണ്ടതായിരുന്നു. ഒരു ദൈവാലയം കൊണ്ട് ഞാൻ ചെന്നില്ലെങ്കിൽ കൊച്ചിന്റെ കഥ കഴിഞ്ഞത് തന്നെ. പിള്ളേരായ പൂ കണ്ട പറിക്കും, മാങ്ങണ്ട എറിയും. അതിനിങ്ങനെ പട്ടിനെ വിട്ട് കളിപ്പിക്കാന്ന് വെച്ചാ എന്റെ കൊച്ചിന്റെ അവസ്ഥ ഉണ്ടാ. സുബരേടാ, ഇവരുടെ മൊഴി എടുക്കണം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, നമ്മളത് വേണ്ടത് ചെയ്തോളാം. എന്നിട്ട് അങ്ങനെ ഒരു കൂസുകളില്ലാതെ നിൽപ്പുണ്ടായിരുന്നു. മര്യാദ ഉള്ളതാണെങ്കിൽ ഈ കൊച്ചിനെ എന്നാ പറ്റി എന്തെങ്കിലും നോക്കണ്ടേ? ഇത് തിരിഞ്ഞു പോലും നോക്കിയില്ലെന്ന്. സാറേ, ഈ സാംസൺ തരംഗ് എന്ന് പറഞ്ഞ ഒരുത്തനാണ്. കാലായിൽ അവൻ്റെ വീട്ടുവരെ അവൻ്റെ കോമ്പൗണ്ടിന് മുമ്പിലാണ് ഇഷ്യൂ നടന്നത്. ഇവരെ സാറെ കൊണ്ടുവന്നത്. സാർ, ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയാണ്. 2 മാസം മുമ്പ് മീൻ വിൽക്കാൻ വന്ന ഒരു പെണ്ണുപിള്ള ഇതേപോലെ പട്ടി ഇട്ട് കടിപ്പിച്ചിട്ടുണ്ടാവും. സാർ, ഇയാൾക്ക് പൈസയും സ്വാധീനമൊക്കെ ഉള്ളതിന്റെ ഒരു അഹങ്കാരമാണ്. ऐसे होगा ना. സാറേ, ഇതാ വീട്. ആൾക്കാരൊക്കെ കൂടുതൽ കൊണ്ടല്ലോ. ഈ അലവരാതിനെ ഞാനോട് കണ്ടല്ലോ. സാറേ, ഇത് പൊറ്റക്കുഴി ജോസ്. സാറ് സ്റ്റേഷനിൽ തേങ്ങക്കിടിയാന്ന് പറഞ്ഞ് മറ്റേ പോസ്റ്റർ എഴുതി ഒട്ടിച്ചതില്ല. സ്വന്തം അപ്പനെതിരെ പോസ്റ്റ് ഒട്ടിക്കുന്നതിനാ. നമസ്കാരം സർ. നമ്മൾ തമ്മിൽ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. DNCയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് പൊറ്റക്കുഴി ജോസ്. എനിക്കറിയാം. SI ബിജു പോലോസ്. ഇവിടുത്തെ പട്ടി ഏതോ പിള്ളേരെ കമ്മിയെന്നോ എന്തൊക്കെ പറഞ്ഞ് നാട്ടുകാർ ഭയങ്കര ചൊറിച്ചില്. നമ്മുടെ അച്ചായന്റെ കാശടിച്ച് മാറ്റാനുള്ള വിളവാന്നേ. അച്ചായനോ? സാംസൺ തരവൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. അച്ചായന്റെ ഭാര്യ. സാംസൺ സാർ എന്തിയെ? He's not here. What's the problem? എവിടെ പോയി? He keeps traveling. അറിയില്ല. അയാളുടെ നമ്പർ എന്ന് പറഞ്ഞു. Number 9826330848. ये है वो. किसी को तो कट रहा है वैसे. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാങ്ങാൻ മുഴുവൻ വിളഞ്ഞെടുക്കാം. ഇത് മൂവാൻ്റെ മാങ്ങയല്ലേ മനസ്സിൽ സാറേ? ഇത് പ്രിയൊരു കണ്ടറിഞ്ഞു മൂക്കളെ മുമ്പ് പറിക്കണം, അല്ലെങ്കിൽ പുഴുപ്പിച്ചു. इतने सारे मैंगो. ഹലോ, സാംസൺ തരകനല്ലേ? ഞാൻ ടൗൺ SI ബിജു പോലോസ് ആണ്. നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. ബാംഗ്ലൂരോ? എപ്പോ വരും? ബാംഗ്ലൂർ അല്ലയോ? അച്ചായൻ എപ്പോഴും അങ്ങനെ ടൂറില്ല. ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ പറയും ജപ്പാനിലാണ്. ജപ്പാൻ. ഇതാണ് അവന്റെ നമ്പർ. ആ സൈബർ സെല്ലിൽ വിളിച്ചിട്ട് അവന്റെ പേഴ്സണൽ ലൊക്കേഷൻ എടുക്കാൻ പറഞ്ഞു. लोकेशन तो ट्रैक कर सकते कि बैंगलोर में है कि नहीं ऐसे एक्चुअल बोल में. रहा होगा, लग रहा है സാംസൺ തരംഗ്. झूठ कह रहा होगा. അടിപൊളി. മൂന്ന് വിലാടി നിൽക്കാം മച്ചാ. ഹലോ, സൈബർ സെല്ലിൽ നിന്നാ സാറേ. കോഡ് 103. അതെ, ഞാനിപ്പോ ഓഫീസിലില്ല. അതൊന്ന് റീകോഡ് ചെയ്ത് പറയാമോ? സാറേ, ഇപ്പൊ പറയാം സാറേ, ഇപ്പൊ പറയാം. അത് മഹാരാഷ്ട്ര അടുത്തുള്ള ടവറാണ് സാർ. ഓ, ശരി ശരി, ഓക്കെ. അവൻ എറണാകുളത്ത് തന്നെ ഉണ്ട്.
മഹാരാജേഷിന്റെ അടുത്തുള്ള ടവറാന്ന് പറഞ്ഞു. ओ സാറേ ഈ മഹാരാജ് കോളേജിന് അടുത്ത് 2 ക്ലബ്ബുണ്ട്. മിക്കവാറും അവൻ അവിടെ കാണും. वही है वो. करता हूँ बैंगलोर में മറ്റേ ക്ലബിലൊക്കെ कितना कभी का था वो बैंगलोर छोटी सी बच्ची को उसने मतलब बुरी तरह से किया कटवाया अपने कुत्ते से. നിങ്ങൾ പോയി നോക്കിട്ടോ. ഞങ്ങളൊരു ഓട്ടോയ്ക്ക് പോലെ സാറേ. സാറേ വണ്ടി കിടക്കണം. ഏത് ആ അതെ ആ റെഡ് വണ്ടി ട്രിപ്പിൾ ലൈൻ. അത് വീട്ടിലുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ബോഡി ട്രിപ്പിൾ ലൈൻ. വേറെ കുറെ വണ്ടികളുണ്ടെന്നേ. ഇവനെന്താ പരിപാടി അപ്പോ? ആ വരുന്നവനാ. ये അതെന്താ പുള്ളിക്കാരി? ആ കുളി ക്ലാസ് വെച്ച്. വിളിക്കും സാറിന് വിളിക്കും. അവന്റെ ഒരു പൂക്കള ഷർട്ടും മുൾഗാന്താടി. ഹലോ ആ സാറേ സാറേ അവനോടുണ്ട് ക്ലബിൽ. അവനോടുണ്ടല്ലേ? എടാ പുറത്തോടെ ബ്ലോക്ക് ചെയ്യണം കേട്ടോ. ഞങ്ങൾ അവിടെ अब पकड़ेगा उससे. नाइग्रोबिन. ആ എടാ ഈ ആഴ്ച അവിടെ പോകത്തില്ല. ആ ഇവിടെ തന്നെ ഉണ്ട്. ओ മസാജ് ഒക്കെ ചെയ്യാൻ പോവാണെങ്കിൽ ബാങ്കോക്കിൽ പോകും. ഇവിടെ എന്തോന്ന് മസാജ് പശുപാലനൊക്കെ അല്ലാതെ. എടാ നിനക്കറിയാവുന്ന സ്ഥലം ഉണ്ടടാ? ഒരാട്ടി പൊളി സ്ഥലമുണ്ട്. എന്താ? ഞാൻ ബിജു പോലീസ് ടൗൺ എസ് ആണ്. സാർ ഒരു കൊച്ചിനെ പട്ടിയെ വിട്ട് കടിപ്പിച്ചെന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ കാര്യത്തിന് ഞാൻ കുറച്ചു മുമ്പ് സാറിനെ വിളിച്ചായിരുന്നു. അപ്പൊ സാറ് ബാംഗ്ലൂരാണെന്നാണ് പറഞ്ഞത്. ഏത് ഞാനിവിടെ ഒക്കെ പോകും നിങ്ങളോട് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. ആ നിർവാ വണ്ടി വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. അല്ല നിങ്ങൾ പോയിക്കോ, ഞാൻ എൻ്റെ വണ്ടി വന്നോ. ये ये बात. അഡ്വക്കേറ്റ് ഫോൺ ചെയ്യണം. പിന്നെ നിന്റെ അഡ്വക്കേറ്റ് പോരെ നീ. क्रिमिनल को क्रिमिनल के तरीके से तो ले जाता है ऐसे भी. ओ एक और. പാവപ്പെട്ട ഒരു കൊച്ചിനെ പട്ടിയെ വിട്ട് കടിപ്പിച്ചതിന് നിന്റെ അടുത്ത് സ്റ്റേഷൻ വരെ വരാൻ നീ എന്നാ പറഞ്ഞേ? ഐ മീൻ മീറ്റിംഗ് ഐ മീൻ ബാംഗ്ലൂർ അല്ലേ? ബാംഗ്ലൂരിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ സുഖവാസത്തിന് അയക്കുന്നു. അതിന് കുറച്ചുകൂടി ചടങ്ങുകൾ ബാക്കി. ओ കുപ്പി നിറങ്ങിയ ഭൂതം പോലെ ഇപ്പൊ കൊറോണമാര് വിളിക്കും അവന് വേണ്ടിയിട്ട്. ആ ഫോൺ എടുത്ത് മാറ്റി വെച്ചു. ഇന്ന് തന്നെ റിമാൻഡ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. സാർ ഈ പട്ടി അടിച്ചതിന് ഏത് വകുപ്പിടും സാർ നമ്മൾ? എടാ നിനക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? 20. നീ ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ള പുസ്തകം കണ്ടിട്ടുണ്ടോ? ഇതിലെ സെക്ഷൻ 324 എന്ന് വായിച്ചേ. Whoever voluntarily causing hurt by dangerous weapons or means. സ്വേച്ഛയാ ആരെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ എന്തുകൊണ്ട്? അപകടകരമായ ആയുധങ്ങളാലോ ഓർ ബൈ മീൻസ് മറ്റ് മാർഗങ്ങളാൽ. എന്തൊക്കെയാണ് മറ്റ് മാർഗങ്ങൾ? By means of any instrument for shooting. തോക്ക് കൊണ്ടുള്ള വെടി. Stabbing or cutting or any instrument which used as a weapon. കുത്തുകയോ വെട്ടുകയോ ചെയ്താൽ. Or by means of fire or any heated substance. തീയോ ചൂടുള്ള എന്തെങ്കിലും പദാർത്ഥം കൊണ്ടുള്ള ഉപദ്രവം. Or by means of any substance which it is dangerous to the human body to inhale, to swallow or to receive into the blood. ശരീരത്തിന് ഹാനികരമായ എന്തെങ്കിലും പദാർത്ഥങ്ങൾ രക്തത്തിൽ കലർത്തുകയോ ശ്വസിക്കാൻ കൊടുക്കുകയോ വിഴുങ്ങാൻ കൊടുക്കുകയോ ചെയ്താൽ. ഇനി അവസാനത്തെ വായിക്കേ. Or by means of any animal. ഓർ ബൈ മീൻസ് ഓഫ് എനി ആനിമൽ. പട്ടീനെ അഴിപ്പിച്ച് വിട്ട് കടിപ്പിച്ചാലും ഈ സെക്ഷൻ വരും. മനസ്സിലായോ? കൂടാതെ കൈക്ക് പൊട്ടലുള്ളത് കൊണ്ട് സെക്ഷൻ 326 വരും. അവനെ നമ്മൾ അടപടല പൂട്ടും. ഈ ഒരു പണിയും കൂടി ഉണ്ട്. നമസ്കാരമുണ്ട് സാറേ. ഞാൻ പ്രസ് ക്ലബിന് മുമ്പിലുണ്ട്. അതെ, ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്. उसको भी बता दिया उसने सबको रिपोर्टर्स को. വലിയ ഫോൺ ആയി. ഹലോ സാറേ, ഞാൻ MLA KC വർഗീസാണ്. അവിടെ സ്റ്റേഷനിൽ സാംസൺ തരകൻ എന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ?
സാറേ ഏതാ സ്കൂൾ കുട്ടിയെ പട്ടിയെ വിട്ട് കടിപ്പിച്ച കേസാണ്. ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഓ സാറിനാളെന്ന് അറിഞ്ഞില്ലായിരുന്നു. നോക്കി കൈകാര്യം ചെയ്യണം. അല്ല സാറിന് തന്നെ യുവജന പ്രസ്ഥാനത്തിലെ പിള്ളേരാണ് പരാതി തന്നേ. ജനം മൊത്തം അവനെതിരായിരുന്നു. മാത്രമല്ല കേസ് എടുത്തു പോയില്ല സാറേ. ഇവിടെയാണെങ്കിൽ ഇവിടെ ഇപ്പം മീഡിയ മൊത്തം വന്നേക്കാണ്. അപ്പൊ സാറെങ്ങാനും വിളിച്ചു എന്ന് പറഞ്ഞാൽ സാറിന് തന്നെയാണ് അതിൻ്റെ ഒരു അയ്യോ വേണ്ട വേണ്ട ഞാൻ അവന് വേണ്ടി വിളിച്ചായിരുന്നു പറഞ്ഞേക്ക്. ഉപദ്രവമൊന്നും ചെയ്തേക്കരുത്. അയ്യോ ഇല്ലില്ല, ഞാൻ ഉപദ്രവിക്കുന്നില്ല സാർ. എന്നാ ശരി. ഓക്കെ സാർ. क्या प्लान बनाया उसने? താങ്ക് യു ഇത് MLA നിനക്ക് വേണ്ടി ശുപാർശ ചെയ്തുള്ള പ്രത്യേക ഉപഹാരമാണ്. സാറേ ആ സാംസന്റെ വക്കീലൊന്നുണ്ട്. വരാൻ പറ. यही तो सुन किया. സാംസൺ അറിയുടെ അഡ്വക്കേറ്റാണ് ജയകൃഷ്ണൻ. ഇരിക്കും. പുറത്തേക്ക് ഞാൻ ആശയം വിളിക്കും. അതുപോലെ പട്ടിയെ അഴിച്ചു വിട്ട് കടിപ്പിച്ചൊന്നുമല്ല. പട്ടിയല്ലേ അഴിഞ്ഞു. അങ്ങനെയൊന്നല്ല വയ്ക്കില്ല, അത് കൃത്യമായിട്ട് കണ്ടവരുണ്ട്. നമ്മൾ കൊച്ചിൻ്റെ അമ്മയുടെ അവിടെ കണ്ടുന്ന ആൾക്കാരൊക്കെ മൊഴി എടുത്തിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് വകുപ്പുകൾ ചാർജ് ചെയ്തിട്ടുള്ളത്? 324, 326. ഈ 326 എടുത്ത് മാറ്റാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ റിപ്പോർട്ട് പ്രകാരം കൊച്ചിന് നല്ല പരിക്കുണ്ട്. അപ്പർ എൽബോയ്ക്ക് പൊട്ടലുണ്ട്. ഇവനതിൻ്റെ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമുണ്ടോ? ആ കൊച്ചിൻ്റെ അവസ്ഥ ഒന്ന് കാണണം. വക്കീലിൻ്റെ മകൾക്കാണ് ഈ പ്രശ്നം വരുന്നതെങ്കിലോ? അത് ശരിയാണ്. എപ്പോഴാണ് കോടതി കൊടുക്കുന്നത്? ഓപ്പൺ കോടതി കൊടുക്കുകയാണെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ശരി. MLA ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞില്ല. ഇവിടുത്തെ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റാണ്. ഓ നമുക്കറിയാലോ. വേണമെങ്കിൽ നമുക്കിത് കോമ്പൻസേഷനൊക്കെ കൊടുത്തങ്ങ് തീർക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. വേണമെങ്കിൽ ഹോം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിപ്പിക്കും. കാര്യമുള്ള കാര്യമല്ലോ സാറേ. ഞാൻ വിളിപ്പിക്കട്ടെ പുറത്ത്. ഒരു കാരണവശാലും വെള്ളം വെള്ളിയിട്ട് അലവരാതിനെ കയറ്റിവിട്ടേക്കരുത് കേട്ടോ. ഒരു കാരണവശാലും വേറെ ആരെങ്കിലും കാണാമെന്നുണ്ടോ? സാറേ ഫ്രീക്കുമാരുടെ ഷട്ടിൽ ബന്ധപ്പെട്ടു. മതി. उसका भाई है उषान. എടാ നീ ഇവർ ആരാണ്? ചേട്ടനാണ്. കുഞ്ഞമ്മയുടെ മോനാണ്. ഇവന്മാർ നല്ല പിള്ളേരെ കുഴപ്പമൊന്നുമില്ല. നീയാണ് ഇവന്മാരെക്കാളും വലിയ കുഴപ്പക്കാരൻ. നിന്റെ ജാമത്തിലൊരു കാര്യം വരൂടാ. രണ്ടുപേർക്ക് നമ്പർ പ്ലേറ്റ് ഒരേ സമയത്ത് ഇല്ലാതിരിക്കുക. എടാ കഴിഞ്ഞ ദിവസം പനമ്പള്ളി നഗറിൽ നിന്ന് മാല പൊട്ടിച്ച് നിങ്ങളല്ലേ? സൈസ് എടുക്കാറില്ല സാറേ. സൈസ് എടുക്കാറില്ല. ഇത് എന്താണ് രസയോട് സംസാരിക്കുന്ന പാസ് ചെയ്ത് ഭാഷ നീ എന്താ കേട്ടെ? നീ എന്നെ പഠിപ്പിക്കാണോ? നീ എന്തോരം പഠിച്ചു? +2. അത് കഴിഞ്ഞ് IT നീ പാസ്സായോടാ? ഫുള്ളായിട്ട് പോയില്ല സാറേ. +2 +2 പാസ്സായില്ല. +2 തോറ്റു. IT പാസ്സായിട്ടില്ല. അപ്പൊ ഇതന്നെ പണി. വൈകിട്ട് നമ്പർ പ്ലേറ്റ് അയച്ചു മാറ്റി ഹെൽമെറ്റ് ഇറങ്ങിക്കോളും മാല പൊട്ടിക്കാൻ. നമ്മ ഹെൽമെറ്റ് വെക്കാറില്ല. എന്താണ് മുടിക്ക പൂറാമോ സാറേ? ഹെൽമെറ്റ് വെച്ചാലേ മുടി ഷോ പോയി. ഓ കോലം കെട്ടി നടക്കാനാണ് അമ്മമാർക്ക് പൈസ വേണ്ടത്. ഇല്ല സാറേ, നമുക്ക് ടൈൽ പണിയൊക്കെ എടുത്തിട്ട് കിട്ടണ വരുമാനം കൊണ്ട് ജീവിക്കണം. ഒരു ദിവസം ടൈൽസ് കൊണ്ട് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 10,000 കിട്ടുന്നത്. എനിക്കൊരു ദിവസം എന്തെങ്കിലും ഉണ്ട്. 100 രൂപ പെട്രോള്, ചായ കൂടി, ഭക്ഷണം കൂടി ഒരു 125 രൂപ ഉണ്ട്. അപ്പൊ 225 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര പൈസ ഉണ്ടാവും നിന്റെ കയ്യിൽ? ഒരു 700 ആയിരിക്കും. 700? നീ എന്നോട് ചോദിക്കണേ? നീ ഒന്ന് ഇരുന്ന് ആലോചിച്ച്. അവിടെ അല്ല, ഇനി ഇത് കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ്? സാംസന്റെ റിമാൻഡ് റിപ്പോർട്ട് റെഡിയാണ്. അവനെ മെഡിക്കലിനുണ്ടോണ്ടേ? അവനെ വിളിക്കും. 600 അല്ലോ. 600? പള്ളിക്കൂടത്തിൽ പോയി മര്യാദയ്ക്ക് പഠിക്കണമായിരുന്നു. ദേ ഇതിന് ഉത്തരം പറഞ്ഞാൽ വിടാം. 665. സാർ ടെൻഷനായി പോകണ്ട സാറേ, ഒരു കണക്ക് കൊടുത്തരും. നമസ്കാരം സാറേ. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോവാണ്. ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതായത് പോലീസ് തല്ലിയോ എന്നുള്ളതാണ്. അപ്പോൾ സാർ എന്ത് പറയും? തല്ലില്ലെന്ന് പറയും അല്ലേ? അഥവാ നിന്നെ തല്ലിയെന്നോ നിനക്ക് വേദനയുണ്ടെന്നെങ്ങനെ നീ പറഞ്ഞാൽ നിന്നെ പിന്നെ ജഡ്ജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഡോക്ടറിൻ്റെ കാറിലല്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിലാണ്.
വണ്ടിയിൽ വെച്ച് ഞാൻ നിനക്ക് കുറച്ചും കൂടി മരുന്ന് തരും. എന്നിട്ട് ഓടുന്ന വണ്ടിയിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് ഒരു കേസ് കൂടി നിന്റെ പെടലേക്ക് വെച്ച് തരും. അതും നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാത്രം. പുള്ളി ഒരു സ്ട്രീറ്റ് ഓഫീസർ ആയതുകൊണ്ട് ആര് പറഞ്ഞു കേൾക്കുന്നില്ല. എന്നാ സ്ട്രീറ്റാന്ന്? ഇതൊക്കെ ചുമ്മാ ജാടയില്ലയോ? എൻ്റെ വക്കീലെ ഞാനൊന്ന് ആഞ്ഞു പിടിച്ചാൽ നാളെ ഈ കസാരയിൽ ഇങ്ങനെ ഉണ്ടാവില്ല. ബെയിലൊന്നും ആവശ്യം വരത്തില്ല. നമ്മളിപ്പം ഹോം മിനിസ്റ്റർ ഓഫീസിൽ വിളിച്ചു അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സാറേ അപ്പം നമ്മളായാലും രണ്ടുപേരുടെയും വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇവിടെ വെച്ച് ശരിയാക്കണം. മുടിയും വെട്ടി വൃത്തിയായി ഹെൽമെറ്റ് വെച്ച് അടക്കാവൂ. മനസ്സിലായല്ലോ? വക്കീൽ ജാമ്യം എടുത്ത് അങ്ങോട്ട് വരും. ഇനിയിപ്പോൾ പട്ടിയെ വിട്ട് കടിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്നാ? മനുഷ്യനെ തല്ലി കൊന്നിട്ട് ഇവിടെ കേസില്ല. ഇന്ന ഇത് ചുമ്മാ വെള്ളത്തിലാന്നേ. രണ്ടുപേരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഫൈൻ അടച്ചിട്ട് പോ. സാറേ ഞാൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, വിളിച്ചില്ല. ഇതിൽ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതൊക്കെ അത്ര വലിയൊരു കേസാണോ സാറേ? ചുമ്മാ ഇത്രയും ബലം പിടിക്കാൻ? പോലീസുകാരനാണ്, രാഷ്ട്രീയക്കാരാണ്, അതും ഭരണപക്ഷമാണ്. ഒരു ബഹുമാനമൊക്കെ കാണിക്കും. ഇപ്പൊ സാറിന് ഒരു ട്രാൻസ്ഫറിന്റെ ആവശ്യം ഞങ്ങളൊക്കെ തന്നെ വേണ്ടേ? സാറിനെ സ്ഥലം മാറ്റി പരനാറി. നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ? ബോറം നിനക്ക് വേണം. ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും കുറെ. എടാ, പോസ്റ്റ് ഗ്രാജുവേഷനും എംഫില്ലും കഴിഞ്ഞ കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ. ആ ജോലി വേണ്ടെന്ന് വെച്ചാൽ എസ് ടെസ്റ്റ് എഴുതി 1ാം റാങ്ക് മേടിച്ച് ഈ പണിക്ക് വന്നതേ. നിന്നെപ്പോൾ ഊരാണ്ടികൾക്ക് ചെറുക്കാനല്ല. വേണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ആസന തല കയറി തരാൻ അണ്ടി കൂട്ടി തള്ളം. എടാ, ഇനി നീ വലിയ വർത്തമാനം പറഞ്ഞ എന്റെ കാലെ പിടിച്ചും പിച്ചലടിക്കും. നിനക്കെന്റെ സ്വഭാവം അറിയാൻ പാടാത്തോ? ട്രാൻസ്ഫർ इसको दिखा दो पावर.